ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യം കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ റെസിപ്പി ചിക്കൻ ചെട്ടിനാട് കറിയാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിനായിട്ട് ഇവിടെ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ്. ഇത് ഏകദേശം ഒരു 700-750 ഗ്രാം ചിക്കനോളം ഉണ്ട്. ഇത് ആദ്യം നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാനായിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും നാരങ്ങ നീരും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ വെക്കുക. നമ്മൾ എന്തിനാണ് നാരങ്ങ നീര് ചേർത്ത് മിക്സ് ചെയ്യുന്നത് വെച്ചാൽ അത് വേഗം കുക്കായും കിട്ടും. അതുപോലെ നമ്മൾ ചിക്കൻ നല്ല സോഫ്റ്റും ജ്യൂസി ആയിട്ട് തന്നെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലെമൺ ജ്യൂസ് ഒഴിച്ച് ആദ്യമേ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് സ്പൈസസ് ഒക്കെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിനായിട്ട് ഞാൻ നമ്മളെ മുഴുവൻ മല്ലി, ജീരകം, ഏലക്ക, തക്കോലം, പട്ട, ഗ്രാമ്പു, പിന്നെ നമ്മുടെ പെരുംജീരകം, കുരുമുളക്, വറ്റൽമുളക്, ഇത് ഇത്രയാണ് നമുക്ക് വേണ്ട ഹോൾ സ്പൈസസ്. ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 3 മിനിറ്റോളം റോസ്റ്റ് ചെയ്തെടുക്കണം. തീ കൂട്ടി വെച്ച് ചെയ്യരുത്, ഇത് കരിഞ്ഞു പോകും. അങ്ങനെ നമുക്കിവിടെ ഇങ്ങനെ റോസ്റ്റായി ഏകദേശം ഒരു കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/2 കപ്പ് തേങ്ങയാണ്. തേങ്ങയും കൂടെ ഇട്ട് നമുക്ക് നല്ലതുപോലെ റോസ്റ്റ് ചെയ്യണം. ഇത് നമ്മൾ വറുത്തരയ്ക്കുന്നതൊക്കെ പോലെ ഫുള്ളായിട്ട് അങ്ങനെ ബ്രൗണായി വരണ്ടോ അങ്ങനെ ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്രൗണായി വരുമ്പോൾ തന്നെ നമുക്കിത് ഓഫ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് കളർ മാറി വരുന്നവരെ റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മളിതുപോലെ മുഴുവനായിട്ട് ഹോൾ സ്പൈസസ് ഒക്കെ ചേർക്കുന്നതുകൊണ്ടും അതുപോലെ തേങ്ങയും നമ്മൾ ഇടുന്നത് കൊണ്ടും നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ് കിട്ടുന്നത്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യമേ ഉള്ളൂ, തീ കൂട്ടി വെച്ചൊന്നും ചെയ്യരുത്, എന്നാൽ അത് കരിഞ്ഞു പോകും. നമ്മുടെ കറി മൊത്തം ഒരു കയ്പ്പ് ടേസ്റ്റ് തന്നെയായിരിക്കും, ഒട്ടും ടേസ്റ്റ് ഉണ്ടാവത്തില്ല കറിക്ക്. അങ്ങനെ ഇവിടെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് തണുക്കട്ടെ. അപ്പോഴത്തേക്കും നമുക്കൊരു ഉരുളി അടുപ്പത്തോട്ട് വെച്ചിട്ട് നമുക്കിനി കറി ഉണ്ടാക്കണ്ടേ. ഇതിന് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടുണ്ട്. എണ്ണ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ അടുത്തൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് നമ്മുടെ ചെറിയ ഉള്ളി നല്ലതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കുക. ഏകദേശം ഒരു 10-20 ചെറിയ ഉള്ളി വരെ ഞാൻ അതിൽ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാളയും ചേർക്കാവുന്നതാണ്. ചെറിയ ഉള്ളിയാണ് ഇച്ചിരി കൂടെ ഫ്ലേവറായിട്ട് ഉള്ളത്. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്നതൊക്കെ നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. അത് ഞാനൊരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നല്ല പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് മാറ്റി വെക്കാം. അങ്ങനെ ഉള്ളി നല്ലതുപോലെ ഒന്ന് വഴണ്ട് വരണം. വഴണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും, ആ പച്ചയായിട്ട് കിടക്കുന്നതൊന്ന് മാറി നല്ല സോഫ്റ്റ് ആവും. ആ സമയത്ത് നമുക്കൊരു 2 തക്കാളിയും കൂടെ ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടി നല്ലപോലെ വഴണ്ട് ഉടഞ്ഞു വരണം, അതാണ് ഇതിൻ്റെ ഒരു പാകം. നിങ്ങൾക്ക് കാണാം ഇവിടെ ഏകദേശം ഒന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മുടെ തക്കാളിയൊക്കെ നല്ലതുപോലെ ഉടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വിട്ടതിന് ശേഷം ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്യാം. ഇനിയാണ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത്. ഉപ്പും മഞ്ഞൾപ്പൊടിയും നാരങ്ങ നീരും മാത്രമാണ് ചേർത്തിട്ടുള്ളത്. ഒരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ആ ചിക്കനാണ് ഞാൻ ഈ ആഡ് ചെയ്യുന്നത്. എന്നിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അങ്ങനെ 5 മിനിറ്റിന് ശേഷം ഞാനിത് തുറന്നൊന്നും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് അടിച്ച് വെച്ചിരിക്കുന്ന ഈ അരപ്പാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അങ്ങനെ ഞാൻ അരച്ച് വെച്ചിരിക്കുന്ന മസാലയൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നല്ലതുപോലെ മിക്സ് ചെയ്ത് ഞാനൊന്ന് അടച്ച് വെച്ചൊരു 3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും
ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിൽ പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. അത് ഞാൻ ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഈ അരച്ച അരപ്പില്ലേ മിക്സി ജാറിൽ തന്നെ ഈ 3/4 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ആ മിക്സി ജാറിലെ വെള്ളമാണ് ഞാൻ ഇതിൽ ഒഴിച്ചിട്ടുള്ളത്. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് അടച്ച് വെച്ച് നമ്മുടെ കോഴി കുക്കാവുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇതിൽ ഉപ്പ് ഞാൻ ചേർത്തത് ഇതിൽ ഓൾറെഡി ചിക്കനിൽ ഉപ്പ് വിരകി വെച്ചത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പാകത്തിന് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് ആഡ് ചെയ്യാവുന്നതാണ്. നമുക്കിതൊരു തിക്ക് ഗ്രേവി ആയിട്ടാണ് കിട്ടേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് കാണാം നല്ല തിക്ക് ഗ്രേവി ആയിട്ട് നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, ചിക്കൻ ചെട്ടിനാട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയും ചപ്പാത്തിക്കൊപ്പവും പൊറോട്ടയ്ക്കൊപ്പമൊക്കെ കഴിക്കാനൊരു നല്ല ഡിഷാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.